ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണിക്കുന്നതായിട്ട് ഒരു ബന്ധമില്ല. ഇന്നത്തെ വീഡിയോ അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അത് കറക്റ്റായിട്ട് ഫോൺ ആംഗിളിൽ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ട്രൈപ്പോഡ് ഇപ്പോൾ ഇല്ല. ട്രൈപ്പോഡ് ഒടിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. അപ്പോൾ ട്രൈപ്പോഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് 2 ദിവസത്തിനുള്ളിൽ വരും. അപ്പം മിക്കവാറും ഈ ആഴ്ച തന്നെ ഞാൻ പറ്റുവാണെങ്കിൽ വീഡിയോ ഇടാം, പക്ഷെ അല്ലെങ്കിൽ തൊട്ടടുത്ത ആഴ്ച ഇടാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് എന്നല്ല, ഞാൻ എൻ്റെ റിസൾട്ട് വീഡിയോ ഇട്ടത് പിന്നെ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇംഗ്ലീഷിൻ്റെ പ്ലാൻ ചെയ്യുമോ, ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി പ്ലാൻ ചെയ്യും, ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കുന്നതെന്ന് പറയും, ഇംഗ്ലീഷ് എക്സാം എങ്ങനെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാനൊരു 20 വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ 10 വീഡിയോസിൽ ഇംഗ്ലീഷിനെ പറ്റി മിനിമം ഒന്ന് മെൻഷനെങ്കിലും ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് വരാറുണ്ട്. അതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു, ഇതുവരെ ഞാൻ എക്സാമിനെ പറ്റിയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി എന്നും പഠിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് ബേസിക്സ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. എല്ലാം, അതായത് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള എനിക്കറിയാവുന്ന എല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും നിങ്ങളും ഉൾപ്പെടെ +1 +2 ഉള്ള എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമായിരിക്കാം, ഇംഗ്ലീഷിനൊരിക്കലും ഫുൾ മാർക്ക് കിട്ടത്തില്ല. ഞാനും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇംഗ്ലീഷ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം, എങ്കിലും ഇങ്ങനെ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈശ്വര ഫുൾ എടുത്തില്ല, ഒരു 3-4 മാർക്കിനോ പോവും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ശരിക്കും ഇംഗ്ലീഷിന് കിട്ടിയത്. എനിക്ക് ഏറ്റവും സന്തോഷം അതുമായിരുന്നു. ബാക്കിയുള്ളതൊക്കെ എഴുതിയിട്ട് മേടിച്ചതാണ്, പക്ഷേ ഇംഗ്ലീഷിന് എനിക്ക് ഈ കേട്ട് ഉറപ്പൊന്നുമില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ലായിരുന്നു ഇംഗ്ലീഷിന് മാർക്ക് പോകുമെന്ന് വിചാരിച്ച്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പം ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി ഒരുപക്ഷെ എനിക്ക് അടുത്ത വർഷം ഫുൾ കിട്ടണമെന്നൊരു നിർബന്ധവും ഇല്ല. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നതും ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യം പറയാം. ആദ്യം ബേസിക്സിൻ്റെ കാര്യം പറയണം. ഞാൻ എല്ലാ സബ്ജക്റ്റിൻ്റെയും കാര്യം പറയുമ്പോൾ ബേസിക്സ് തൊട്ട് തുടങ്ങണം എന്ന് സ്ഥിരമായിട്ട് പറയുന്നതാണ്. അപ്പം ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഗ്രാമറാണ് എൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈസ്, ആം, ആർ, ഹാസ്, ഹാഡ്, വാസ്, വെയർ ഒക്കെ എവിടെയാണ് ചേർക്കേണ്ടതെന്ന് അറിയാമോ? അറിയത്തില്ലെങ്കിൽ ആദ്യം ചെയ്യുക, അത് പഠിക്കുക. അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് അത്യാവശ്യം അറിയാം. പിന്നെ ബാക്കി നിങ്ങൾക്ക് ഒരു ഡൗട്ടിംഗ് ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിംഗ് ആണ്. ഇത് ഇത്രയും കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്കൊരു സിമ്പിൾ സെൻറ്റൻസ് ഒക്കെ സ്വന്തമായിട്ട് ഫ്രെയിം ചെയ്യാനുള്ള കഴിവ് തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഇത്രയും ശരിക്കറിയാമെങ്കിൽ. അറിയാത്തവരാണെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ക്ലാസ് ചുമ്മാ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ എപ്പോഴും എന്തായാലും പഠിക്കുമല്ലോ, അപ്പോൾ ഫ്രീ ടൈം ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഇത് ക്ലിയർ ആക്കുന്ന രീതിയിലുള്ള ചെറിയ ക്ലാസ് കണ്ട് അവിടുന്ന് ബേസിക്സ് ആയിട്ട് തുടങ്ങാം. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ബേസിക്സ് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ LKG തൊട്ട് 7th വരെ CBSEയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച സ്കൂളിൽ ഇംഗ്ലീഷിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂളായിരുന്നു. അപ്പം ഗ്രാമർ, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പീരീഡായിട്ട് അല്ലെ സബ്ജക്റ്റായിട്ട് തന്നെ എടുക്കുന്നത്. അപ്പോൾ ഗ്രാമറിന് പ്രത്യേകിച്ച് ടെക്സ്റ്റ് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം നമുക്ക് കൊച്ചിലെ തൊട്ട് അതിന് എക്സാമും ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് ഈ ഈസ്, വാസ്, വേറെ, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ സമയം തൊട്ടേ എൻ്റെ ഒരു 6th 7th 5th ആ ഒരു സമയത്തൊക്കെ തന്നെ നമ്മളിത് പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബേസിക്സ് അത്യാവശ്യമുണ്ട്. അപ്പം ഈ പുതിയതായിട്ട് സ്റ്റേറ്റിലോട്ട് വന്നു കഴിഞ്ഞപ്പം അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ചിലപ്പോൾ അവിടുന്ന് ബേസിക്സ് കിട്ടിയോണ്ട് തന്നെ ആയിരിക്കാം. പിന്നെ 7th കഴിഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ ഒരു കൊറോണ ടൈമാണ്. കൊറോണ വന്ന ആ ഒരു ലോക്ക്ഡൗൺ, 7th കഴിഞ്ഞപ്പം കൊറോണയല്ല, നിപ്പയാന്ന് തോന്നുന്നു. പിന്നെ ആ ഒരു സമയത്താണ് ഈ ലോക്ക്ഡൗൺ തുടങ്ങുന്നത്. അപ്പോൾ പറ്റിപ്പോയതെന്ന് വെച്ചാൽ ഞാൻ 8ാം ക്ലാസ് അങ്ങോട്ട് കയറുന്നത് സ്റ്റേറ്റിലാണ്. അപ്പോൾ 8th ഞാൻ സ്റ്റേറ്റിലേക്ക് മാറുന്നത്. ആ സമയത്ത് തന്നെ അങ്ങ് ലോക്ക്ഡൗൺ ആയി പോയി കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം, സ്റ്റേറ്റിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊന്നും ഒരു ഇതില്ലായിരുന്നു. പിന്നെ അന്ന് വിക്ടേഴ്സിൻ്റെ ക്ലാസ്സാണ്, കൈറ്റ് വിക്ടേഴ്സിൻ്റെ ക്ലാസ്. അപ്പോഴീ ഓൺലൈൻ ക്ലാസ്സും ഇല്ല, ഈ ടീച്ചേഴ്സിൻ്റെ ഉള്ള ഓൺലൈൻ ക്ലാസ് ഇല്ല, ഗൂഗിൾ മീറ്റൊന്നും ഇല്ല. അപ്പം വിക്ടേഴ്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണും, പക്ഷേ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കുന്ന രീതി അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ശരിക്ക് കേരള സിലബസിനോട് എനിക്ക് ആ സമയത്ത് എനിക്ക് ഒരു ലിങ്ക് വന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഒരു കുഴപ്പം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേറ്റിൽ ഈ ഇംഗ്ലീഷിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലായിരുന്നു. ഗ്രാമർ നമ്മൾ ചെയ്യുമെന്നല്ലാതെ ബേസിക്സ് തൊട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ +1 വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കും. നമുക്ക് നേരത്തെ
നമ്മുടെ പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് തീർത്തിട്ട് +1 ലാസ്റ്റ് 2 മാസം ഞങ്ങൾ ഫുള്ള് ഗ്രാമർ ആയിരുന്നു, റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ്, പാസീവ് വോയിസ്, ടെൻസസ് ഒക്കെ ആയിരുന്നു. ഈ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കുക, പെർഫെക്റ്റ് ആക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ചെയ്യിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ 7ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ ഞാനിങ്ങനെ ഇംഗ്ലീഷിൻ്റെ ടച്ച് അങ്ങനെ വിട്ടിട്ടുമില്ല. അതൊരു കാര്യമാണ്. ബേസിക്സ് ഉണ്ടായാൽ മാത്രം പോരാ, നമ്മളത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ ടച്ച് വിട്ടിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഞാൻ കാണാൻ പഠിക്കാറില്ല. നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാണാൻ പഠിക്കാറില്ല, സ്വന്തമായിട്ട് എഴുതും. അപ്പം ഈ ലാംഗ്വേജ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരിതും വരും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ഈ വട്ടം ഫുള്ള് കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി അടുത്ത വർഷം കിട്ടുമെന്ന് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പിന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് എൻ്റെ ഒരു ബേസിക്സിൻ്റെ കാര്യം പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ബേസിക്സേ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ആദ്യം അത് ക്ലിയർ ആക്കുക. നമ്മൾ ബേസിക്സ് സെറ്റാക്കിയിട്ട് ഒരു ഫൗണ്ടേഷൻ സെറ്റാക്കിയിട്ട് മാത്രമേ മുകളിലോട്ട് പണിഞ്ഞ് പോകാവൂ, ബിൽഡ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ബേസിക്സ് ക്ലിയർ ആക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കിപ്പം നിങ്ങൾക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സിലെങ്കിലും ഇരുന്ന് ആ ഒരു ബേസിക്സ് സെറ്റാക്കി കഴിഞ്ഞാൽ ഈ വർഷത്തേക്ക് നമുക്കിപ്പോൾ ഇനിയും ഇംഗ്ലീഷിൻ്റെ എക്സാം ഉണ്ടല്ലോ ലാസ്റ്റ്. അപ്പോൾ ആ സമയത്തെങ്കിലും നല്ലൊരു സ്കോറ് നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ഇൻകേസ് A+ നഷ്ടപ്പെട്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ സെറ്റാക്കി എടുക്കാം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ബേസിക്സ് കഴിഞ്ഞാലാണ് നമ്മൾ പിന്നെ ചാപ്റ്ററിലേക്ക് വരുന്നത്. അപ്പോൾ ചാപ്റ്ററിലെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ടെക്സ്റ്റ് വായിച്ച് തന്നെയാണ് പഠിക്കുന്നത്. നമ്മൾ വേറൊരു സോഴ്സിൽ കൂടെ അല്ല, വായിച്ച് പഠിക്കും. പിന്നെ ക്ലാസ് കേൾക്കും, സ്കൂളിലേക്ക് ക്ലാസ്സും കേൾക്കും, അല്ലാതെ യൂട്യൂബ് ക്ലാസ്സും കേൾക്കും. യൂട്യൂബ് ക്ലാസ് ഡെയിലി കേൾക്കാറില്ല. യൂട്യൂബ് ക്ലാസ് കേൾക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എക്സാമിൻ്റെ സമയം അല്ലൊരു 2-3 ദിവസം മുമ്പൊക്കെയാണ് യൂട്യൂബിൻ്റെ ക്ലാസ് ലൈവൊക്കെ കാണുന്നത്. ഞാൻ ലൈവ് വരുന്ന കാണത്തില്ല, ലൈവ് കഴിഞ്ഞ് ഡബിൾ സ്പീഡിലിട്ടാണ് കാണുന്നത്. 2x ആണോ 2x ആണോ എന്താണ് അതിന് പറയുന്നതെന്ന് അറിയത്തില്ല, ആ സ്പീഡിലിട്ടാണ് കാണുന്നത്. അപ്പം സമയം നമുക്ക് കുറച്ച് ലാഭിക്കാം. ഞാൻ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കാണുന്നത് സൈലമാണ്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൈലത്തിൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. അപ്പം സ്കൂളിലെ ടീച്ചറാണ്, നല്ല ക്ലിയർ ആയിട്ടാണ് ടീച്ചർ ഓരോന്നും എടുത്തു പോകുന്നത്. നമ്മൾ അറിയത്തില്ല അല്ലെങ്കിൽ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് ചോദിക്കും, ടീച്ചറിനോട് ചോദിക്കും എന്താണ് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ക്ലിയർ ആയിട്ട് വീണ്ടും പറഞ്ഞു തരും. പിന്നെ വീട്ടിൽ വന്ന് ടെക്സ്റ്റ് വായിക്കും. ചിലപ്പോൾ എനിക്ക് അന്ന് തന്നെ വായിക്കാനൊന്നും പറ്റിയെന്നൊന്നും വരത്തില്ല, വായിക്കുമ്പം ശ്രദ്ധിച്ചിരുന്ന് വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്നും ടെക്സ്റ്റ് വായിക്കണം നിർബന്ധമൊന്നുമില്ല. അന്നന്ന് പഠിപ്പിക്കുന്ന അന്നന്ന് ക്ലിയർ ചെയ്താൽ നല്ലത്, നമുക്ക് ബാക്കിലോഗ് വരത്തില്ല എന്നല്ലാതെ എന്നും വായിക്കണം നിർബന്ധമില്ല. പിന്നെ വായിക്കാനിരിക്കുമ്പോൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ വെറുതെ വായിച്ചു വിട്ടാൽ പോരാ, നമ്മൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയൊക്കെ വേണം വായിക്കാൻ. പിന്നെ ഒരു വട്ടം വായിച്ചതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നുമല്ല 2-3 വട്ടമൊക്കെ ഒരു ചാപ്റ്റർ മിനിമം വായിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ എക്സാമിൻ്റെ തലേന്ന് എന്തായാലും വായിക്കാനുള്ള മൊത്തത്തിൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ലൈവ് കണ്ടിട്ട് പോകുന്നത്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പം ഞാൻ എക്സാമിൻ്റെ തലേന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുന്ന് ടെക്സ്റ്റ് വായിക്കലാണ് കൂടുതലും. പിന്നെ ഈ എൻ്റെ കയ്യിൽ ഗൈഡ് ഉണ്ടല്ലോ, അപ്പോൾ ഗൈഡ് നോക്കി അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് കണ്ണോടിച്ച് പോകും. അതുപോലെ അതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് വായിക്കും. അപ്പോൾ നമ്മൾ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളൊക്കെ നമുക്ക് മനസ്സിൽ സ്ട്രൈക്ക് ആവും. ആ വാക്കുകളൊക്കെ എടുത്ത് എന്തിൽ പ്രയോഗിക്കും, ആൻസർ പേപ്പറിൽ പ്രയോഗിക്കും. അതാണ് കാര്യം. പിന്നെ ഞാൻ എക്സാം എഴുതുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ, എക്സാം എഴുതുന്ന കാര്യം ആദ്യമൊക്കെ ഈ ഒരു ആദ്യത്തെ 1 വേർഡ് ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ടല്ലോ, ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം എഴുതും. എന്നിട്ട് പിന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് എഴുതുന്നത്. essay ഒക്കെ ആയിരിക്കും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതാണ് എഴുതുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പുറകോട്ടാണ് വരുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇൻ കേസ് നിങ്ങൾക്കറിയാം ലാംഗ്വേജും ഇംഗ്ലീഷും എന്ന് പറഞ്ഞാൽ സമയം ജന്മം ചെയ്താൽ കിട്ടാത്തതാണ്. പിന്നെ +1 +2 വന്നപ്പോൾ എനിക്കൊന്ന് ഹിന്ദി ഞാൻ എടുത്തത്, പിന്നെ എനിക്ക് നല്ല സമയം കിട്ടുന്നുണ്ട്. 10ൽ മലയാളം എനിക്ക് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മലയാളവും ഹിന്ദിയും ഒക്കെ എഴുതാൻ സമയമില്ലായിരുന്നു. പക്ഷേ +1 അങ്ങനെ വിഷയമില്ല, സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇംഗ്ലീഷ് എപ്പോഴും ഒരു വിഷയമാണ്. ലാസ്റ്റ് മിനിറ്റിലെ പേപ്പർ കൊടുക്കാൻ പറ്റത്തുള്ളൂ, വായിച്ചു നോക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നിന്ന് ഇങ്ങനെ എഴുതുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ ലാസ്റ്റ് 8 മാർക്കിൻ്റെ എഴുതി തീർത്തു, 6 മാർക്കിൻ്റെ എഴുതി തീർത്തു, 4 മാർക്കിൻ്റെ എഴുതി തീർത്തു. നമുക്ക് ലാസ്റ്റ് ആ ഒരു പീക്ക് ടൈമിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 2 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ ആയിരിക്കും ലാസ്റ്റ് ആ 15 മിനിറ്റിനുള്ളിൽ എഴുതി തീർക്കേണ്ടി വരുന്നത്. അപ്പോൾ പോയി കഴിഞ്ഞാലും ഞാൻ വിചാരിക്കുന്ന ആ 2 മാർക്കോ 4 മാർക്കേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ലാസ്റ്റിൽ നിന്ന് എഴുതുന്നത്. മാത്രമല്ല, നമുക്ക് ആദ്യത്തെ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ചിന്തിച്ച് എഴുതാനും പറ്റും. ആ ഒരു കൂൾ ഓഫ് ടൈം കിട്ടിയ സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടതെന്നൊരു ഐഡിയയും വരും. അപ്പോൾ അല്ലാത്ത സമയമാണെങ്കിൽ, ഈ ലാസ്റ്റൊക്കെ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ധൃതിയാണ്. ആ ധൃതി സമയത്ത് നമുക്ക് എഴുതാനുള്ള ആ ഒരു മനസ്സിലൊരു പോയിന്റും കിട്ടത്തില്ല. എന്നെ സംബന്ധിച്ച് ഒരു മനസ്സിലൊരു പോയിന്റും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് ആ ലാസ്റ്റ് സമയത്ത് എഴുതാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ ഈ 8 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതി തീർത്തിട്ടാണ് പുറകോട്ട് പോകുന്നത്. പിന്നെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മൾ പാരഗ്രാഫ് തിരിച്ചെഴുതുന്നത് നല്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ 4 മാർക്കുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, 2 മാർക്ക് 4 മാർക്ക് അവിടെ കിടക്കട്ടെ. 4 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ കാര്യമല്ല പറയുന്നത്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും പാരഗ്രാഫുകൾ തിരിച്ചെഴുതണം. അതുപോലെ തന്നെ സ്പീച്ച്, essay ഇതിനൊക്കെ പാരഗ്രാഫ് തിരിച്ചെഴുതണം. മിനിമം എനിക്ക് തോന്നുന്നൊരു 3 പാരഗ്രാഫെങ്കിലും മിനിമം എഴുതണമെന്ന്. അതുപോലെ നമ്മളിപ്പം ഒരു
സ്റ്റോറിയുടെ നറേഷൻ, അതുപോലെ ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ പോലെ, അപ്രിസിയേഷൻ അല്ല, നമുക്കിപ്പം ഇതെഴുതാൻ വരത്തില്ലേ, ആ ഒരു ആദ്യത്തെ കുറച്ച് 8 ക്വസ്റ്റ്യൻസിനുള്ളിൽ തന്നെ ഒരു പോയത്തിൻ്റെ ഒരു സ്റ്റാൻസ തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ ഒരു സമ്മറി എഴുതാൻ പറയുമല്ലോ. സമ്മറിയാണ്, അതിനെന്തോ പറയുന്നത്, ആ വാക്ക് എനിക്ക് കിട്ടുന്നില്ല. അപ്പം അതെഴുതാനായിട്ട് ആദ്യം നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ പോയറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കുറച്ച് ഡീറ്റെയിൽസും, അതുപോലെ തന്നെ പോയത്തിൻ്റെ ഇന്ന പോയം എഴുതിയത് ഇന്ന പോയറ്റാണ്, ഈ പോയറ്റ് ഒരു ഇതാണ്, റൊമാൻറ്റിക് പോയറ്റ് ആണെങ്കിൽ റൊമാൻറ്റിക് പോയറ്റ്, ഇപ്പോൾ വില്യം വേർഡ്സ്വർത്തിൻ്റെ ഒക്കെ കാര്യമൊക്കെ അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതിന് നേച്ചറിൻ്റെ പോയറ്റാണ്, അതൊക്കെ അങ്ങനെ ജസ്റ്റ് ഒരു 2 ലൈൻ അതിനെപ്പറ്റി എഴുതണം. പിന്നെ അടുത്ത ഒരു പാരഗ്രാഫിൽ ഫുൾ ആ പോയത്തിൻ്റെ ആ ഒരു സമ്മറി അല്ലല്ലോ, അപ്രിസിയേഷൻ ഇപ്പം ഞാൻ പറയാം, അപ്രിസിയേഷൻ അല്ല അതിൻ്റെ സമ്മറി. പിന്നെ 3rd പാരഗ്രാഫിൽ അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഈ പോയത്തിൻ്റെ റൈം സ്കീം, അതിൽ വരുന്ന പോയറ്റിക് ഡിവൈസസ്, അലിട്രേഷൻ, സിമിലി, മെറ്റഫർ, അതൊക്കെ എടുത്ത് എഴുതണം. പിന്നെ അതിൻ്റെ ഒരു സെൻട്രൽ തീം, ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ലൈക്ക് 3 പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. അത് ഞങ്ങൾക്ക് സ്കൂൾ ടീച്ചർ പറഞ്ഞു തന്നെ, അത് 3 പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതണമെന്ന്. പിന്നെ വേറെ ഒരു എണ്ണം ഞാൻ നേരത്തെയും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും മൊത്തം ഒന്നുകൂടെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ തന്നെ പറയുന്നത്, നമ്മൾ കോട്ടുകൾ, അതുപോലെ ഫേമസ് വേർഡിങ്സ്, സെയിങ്സ്, ഇതൊക്കെ ഇന്ന ആൾ പറഞ്ഞതാണ്. ഇപ്പം മഹാത്മാഗാന്ധി സെഡ് എന്ന് പറഞ്ഞിട്ട് ഒക്കെ എഴുതത്തില്ലേ, ഇപ്പം ഒരു കോട്ട് എഴുതിയിട്ട് ദിസ് വാസ് വൺ സെഡ് ബൈ മഹാത്മാഗാന്ധി എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എന്നല്ല, ആരെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ജനറൽ എസ്സേ ആണെങ്കിൽ, ഇപ്പോൾ വുമൺ എംപവർമെൻറ്റിനെ പറ്റിയിട്ടാണെങ്കിൽ വുമൺ എംപവർമെൻറ്റിനെ പറ്റിയിട്ട് ഏതെങ്കിലും ഫേമസ് വ്യക്തി പറഞ്ഞ ഒരു കോട്ട് എടുത്ത് എഴുതുക, എന്നിട്ട് ഇന്ന ആൾ പറഞ്ഞാണെന്ന് എഴുതുക. അതൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രസീവ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ ആദ്യവും അതുപോലെ ഏറ്റവും ലാസ്റ്റും ഈ കണ്ടന്റ് എഴുതുക. ഇടയ്ക്ക് നമുക്ക് ഗ്യാസ് ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് നമ്മൾ മൊത്തം നമുക്ക് എന്തായാലും പോയിന്റ് ഇടാൻ പറ്റത്തില്ല. ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഫുള്ള് പോയിന്റ് ഒന്നും ഓർമ്മ വരത്തില്ലല്ലോ, എല്ലാവർക്കും ഒന്നും ഓർമ്മ വരത്തില്ല. നമ്മൾ ഇടയ്ക്കെങ്കിലും ഇച്ചിരി ഗ്യാസൊക്കെ കയറ്റി എഴുതും. അപ്പം സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നല്ലതായിട്ട് എഴുതാൻ ശ്രമിക്കുക. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നിറച്ച് പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഫുള്ളാക്കരുത്, ഇടയ്ക്കിടയ്ക്ക് 2 പോയിന്റ്സിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഗ്യാസൊക്കെ എഴുതുക. ഗ്യാസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, ഇറ്റ് വാസ് ദ നീഡ് ഓഫ് ദ അവർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതത്തില്ല, അങ്ങനെയൊക്കെ ജസ്റ്റ് ഇറ്റ് വാസ് ഒക്കെ ഉപയോഗിച്ച് എഴുതുക. പിന്നെ പേപ്പർ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എൻ്റെ ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഇപ്പോൾ വന്നപ്പോൾ മോശമായിട്ട് വന്നുകൊണ്ടിരിക്കും. കേഴ്സീവ് എഴുതുന്നതുകൊണ്ടായിരിക്കും അത്. ഞാനിപ്പോൾ കേഴ്സീവ് ലെറ്ററിലാണ് എഴുതുന്നത്. അപ്പം ഈ ഐയും ഇയും ഒക്കെ എൻ്റെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ ഐയുടെ ഒക്കെ മണ്ടയ്ക്ക് ഞാൻ കുത്തിടാനും മറന്നു പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഈ റണ്ണിങ് ലെറ്ററിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ കേഴ്സീവ് ലെറ്ററിൽ എഴുതുമ്പോൾ നമുക്ക് ചില വാക്കുകളൊക്കെ തിരിച്ചറിയാൻ പറ്റത്തില്ല. നമുക്ക് വായിക്കാൻ മനസ്സിലാവും, പക്ഷെ വേറൊരാൾക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പം കേഴ്സീവിലൊക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അത് നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇനി അതിൻ്റെ ഒരു കുറവുകൊണ്ട് നമുക്ക് മാർക്ക് പോകണ്ട. പിന്നെ പേപ്പർ പ്രസൻറ്റ് ചെയ്യുമ്പം വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പേന അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കമൻറ്റ് ചെയ്ത ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് പേനയാണ് ഉപയോഗിച്ചത്. ആ പേന ഇപ്പം എൻ്റെ കയ്യിലില്ല. ഞാനത് ആ സമയത്ത് ഏതോ ഒരു പേന വാങ്ങിച്ചാൽ, അതും വലിയ കമ്പനി പേനയൊന്നുമല്ല, പക്ഷേ അത് നല്ല ഫ്ലോ ഉള്ള സ്മൂത്ത് പേനയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ ചില പേന വെച്ച് എഴുതുമ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങാത്തോട്ട് തോന്നും, ഇങ്ങനെ പിടിച്ചെഴുതുന്ന കൂട്ട്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നേരത്തെ എന്തെങ്കിലും എഴുതി ഒന്ന് യൂസ് ചെയ്ത പേന കൊണ്ടുവന്നായിരിക്കും നല്ലത്. ഫ്രഷായിട്ട് എടുക്കുന്ന പേനയാകുമ്പോൾ നമുക്ക് ആ ഒരു പിടുത്തം വരും. അപ്പോൾ ഒരു ഫ്ലോ കിട്ടിയാലേ ഇംഗ്ലീഷ് പോലുള്ള ഒന്നാമത് സമയമില്ല, ഫ്ലോ കിട്ടിയാലേ ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റൊക്കെ പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റത്തുള്ളൂ, ലാംഗ്വേജൊക്കെ പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പേനയും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ലീക്ക് വരുന്ന പേനകളൊക്കെ ഉണ്ട്. ഈ മഷിയെല്ലാം നമ്മുടെ കയ്യിലായിട്ട്, പിന്നെ നമ്മൾ ആ കൈ വെച്ച് തന്നെ എഴുതുമ്പോൾ അതെല്ലാം പേപ്പറിലാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല പേന നോക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഹാൻഡ് റൈറ്റിങ്ങും കിട്ടും. മാത്രമല്ല ആ ഒരു ഫ്ലോയിൽ എഴുതി പോകാനും പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ ഒരു എഴുതി പോകുമ്പോൾ ഇടയ്ക്കൊരു തടസ്സം വരത്തില്ല. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ ഇംഗ്ലീഷിന് ഒരു ഗൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. +1 ഉപയോഗിച്ചിട്ടുണ്ട്, +2 ഉപയോഗിച്ചിട്ടുണ്ട്. അത് സ്കൂളിൽ കൊണ്ടുവന്ന് തന്ന ഗൈഡാണ്. അപ്പം ടീച്ചറാണെങ്കിലും നല്ല ഗൈഡാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മേടിച്ചത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അതിനകത്ത് നോക്കിയായിരുന്നു. ഈ നമ്മുടെ സമ്മറി, അതുപോലെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം അതിനകത്തുണ്ട്. ഞാനത് വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. +1ൻ്റെ ഗൈഡ് കാണിച്ചത്, +1കാർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡ് കാണിച്ചത് ആൻസറിങ് ടു യുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോയിലാണ്. പക്ഷേ +2ൻ്റെ ഗൈഡ് കാണിച്ച ഏത് വീഡിയോയിലൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം ആ ഗൈഡ് കേട്ടോ എൻ്റെ കയ്യിലുണ്ട്, +2ൻ്റെ ഗൈഡുണ്ട്. അപ്പം
അതിനകത്താണെങ്കിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലാസ്റ്റ് ആകുമ്പോൾ ഗ്രാമറിൻ്റെ പാർട്ടുകളും ഉണ്ട്. അപ്പം ഞാനത് വായിക്കാറുണ്ട് എക്സാമിൻ്റെ സമയമാകുമ്പോൾ. അല്ലാത്തപ്പോൾ അങ്ങനെ വായിക്കാറില്ല. എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് അതൊന്ന് ഓടിച്ചിട്ട് വായിക്കും. കാരണം നമ്മൾ നോർമലായിട്ട് എഴുതുന്ന വാക്കുകളുടെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് വെർഷനുള്ള വാക്കുകളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നല്ലതായിരിക്കും. നമ്മൾ ഈ നോർമൽ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഈ ബ്യൂട്ടിഫുളിന് പകരം ഈ ബ്യൂട്ടിഫുളിൻ്റെ തന്നെ മീനിങ് ഉള്ള വേറെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് വാക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ എഴുതുന്നത് നല്ലതായിരിക്കും. അങ്ങനെ എഴുതി കഴിയുമ്പം കുറച്ചുകൂടി ഇമ്പ്രസീവായിട്ട് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉള്ളതായിട്ട് ചിലപ്പോൾ തോന്നും. ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് ടിപ്പായിട്ട് തോന്നുന്നത്. ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യാറുള്ളൂ, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ ആദ്യം പറഞ്ഞത് ഗ്രാമറിൻ്റെ കാര്യം, പിന്നെ റൈറ്റിങ്ങിലുള്ള ഒരു ഇത് ശ്രദ്ധിക്കണം, പേപ്പർ പ്രസൻറ്റേഷൻ, പിന്നെ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ മിക്കവാറും ലാസ്റ്റ് മിനിറ്റിലാണ് 2 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ക്വസ്റ്റൻ എഴുതി തീർക്കുന്നത്. ഇപ്പോൾ വായിച്ച് നോക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പം മാക്സിമം ടൈം മാനേജ് ചെയ്ത് എഴുതുക. കാരണം അതിനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനായിരിക്കുമല്ലോ. കാരണം ഇടയ്ക്ക് എത്ര എഴുതിയെന്ന് പറഞ്ഞാലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്കോ ഈ എഴുതി പോകുന്നതിൻ്റെ ഇടയ്ക്ക് വരുമായിരിക്കും. അപ്പം അതുകൊണ്ട് വായിച്ച് നോക്കാനുള്ള ടൈമോട് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാനുള്ള ടിപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റായിട്ട് ഇടുക. എല്ലാം ഞാൻ കാണുന്നുണ്ട്, പക്ഷേ സമയം കിട്ടുന്നില്ല റിപ്ലൈ അയക്കാൻ. നമ്മൾ എല്ലാ കമൻറ്റും എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നതൊക്കെ ആയിരിക്കും, സജഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനൊറ്റ വാക്കിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ടത് പറയണ്ടേ, അതിന് റിപ്ലൈ പറയണ്ടേ. അപ്പം അതുകൊണ്ട് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ താമസിച്ച് തരുന്നത് റിപ്ലൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ സ്റ്റഡി പ്ലാൻ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.